എല്ലാ ഉംറക്ക് പോകുന്ന വിശ്വാസികളോടാണ് പറയുന്നത്, ഉംറക്ക് പോകുന്നതല്ല നല്ല തന്നെ. എന്നിട്ട് ചില ഉസ്താദന്മാർ പറയൂ, ഇതിലൊരു മനുഷ്യനുണ്ട് നേതൃത്വം, സാലി ഫൈസി ഇർഫാനി എന്നല്ല എഴുതിന്. അതുകൊണ്ടാണ് ഇർഫാനി കോളേജ് മാട്ടൂലേക്ക് ഭണ്ഡാരുണ്ടാക്കിയത്. കണ്ട, സാലി ഫൈസി ഇർഫാൻ. അപ്പോൾ മാട്ടൂല് ഭണ്ഡാരുണ്ടായിന്. ആ ഭണ്ഡാരിപ്പോൾ അധികാരികളെല്ലാം വെച്ചിട്ട് എങ്ങനെല്ലോ ഇന്ത്യൻ സീരീസ് പൊളിച്ച്. അപ്പോൾ ഇർഫാനി കോളേജ് ഈ ചങ്ങായിൻ്റെ പണി എന്ന് പറയുന്നത് മറ്റേ സിനിമയിലെല്ലാം കാണുന്ന പോലെ ആശ്രമം തുടങ്ങിയിട്ട് ഈ ബിസിനസ് നടക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ പറയാനുള്ളത്, ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ടാവും. ഈ മനുഷ്യൻ ഓൾറെഡി കറപ്ഷനാണ്. ഇയാളെ പേര് സാലി ഫൈസി ഇർഫാനി ഒന്നല്ല, അബ്ദുൽ ഖാദർ എന്നാണ് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പോലീസുകാർക്ക് കാശ് എറിഞ്ഞിട്ടാണ് ഇയാളിപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ ഇന്ന് പള്ളിയിൽ പോയിട്ട് മൈക്കോണ്ടാന്ന് പറഞ്ഞിട്ട് തന്നിട്ടൊന്നുമില്ല. എന്നിട്ട് മൈക്കിൽ വിളിച്ചു പറഞ്ഞത് അനക്ക് മെൻ്റൽ എന്നാണ്. അപ്പം മെൻ്റലായ ആൾക്കാരോട് പറയുന്നത്, ഈ ചെങ്ങായാലും ഏത് ചെങ്ങായാലും ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഉംറ വിസ അടിക്കുമ്പോൾ ആ വിസയിൽ സ്പോൺസർ ആരാന്നെല്ലാം കാണിക്കും. അപ്പോൾ ഈ കമ്പനിയല്ല വേറെ കമ്പനിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോണ്ടാന്നൊന്നും ഇന്ത്യൻ സിറ്റിസൺ പറയൂല, അവരവരെ കാര്യമാണ്. കാരണം കാബ വരെ പൊളിയും. ഈ മൊണ്ണയമാറൊന്നും ഇനി ഈ നാട് ഭരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കെ എ പി സലഫി മുജാഹിദ് ഷിയ ഈ പറയുന്ന തെറ്റും പറയുന്ന കാബ പൊളിയും. അപ്പോൾ കലിയുഗത്തിലെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചങ്ങായിമാരെ നോക്കി ശ്രദ്ധിച്ച് ഈ ഇരു ഹർമ്മങ്ങൾക്കടുത്തായി താമസം അത് ആൾ ഇഷ്ടം പോലെ ഉണ്ട്, ചെറിയ പൈസക്ക് വരെ ഉണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഇതുപോലത്തെ തന്നെ വിശ്വസിച്ചിട്ട് പോയിക്കോ, പോണ്ടാന്ന് പറയില്ല. പക്ഷെ വരുന്ന സമയത്ത് ഈ കെട്ട് ആ ഉസ്താദിന് കൊടുക്കണോ, ഈ കെട്ട് മറ്റേ ഉസ്താദിന് കൊടുക്കണോ, ഈ കെട്ട് എൻ്റെ ആൾക്കാർക്ക് കൊടുക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട് തരൂ. എന്നിട്ട് ഈ പിസ്തയും ബദാമും ഈത്തപ്പഴവും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ല. കാരണം അതിൻ്റെ അകത്തുണ്ടാകുന്നത് ഇപ്പം പിസ്തയും ബദാമും ഈത്തപ്പഴവും അക്രോട്ടും അത് ഇതെല്ലാം ആണ്. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കട ഇപ്പോൾ മറ്റേ ഈത്തപ്പന മാതിരി ഇങ്ങനെ കുലച്ച് നിൽക്കുകയെന്ന് ഇങ്ങനത്തെ ഓരോ കടകൾ. അപ്പോൾ ഉംറ ഹജ്ജ് സീസൺ കഴിഞ്ഞാൽ തുടങ്ങുന്ന ഉംറയാണ് കേരളത്തിൽ നിന്ന്. അപ്പം ചൂഷണം ചെയ്യുന്നുണ്ട്. യാത്രക്കാർ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. നിങ്ങളപ്പുറം ഉംറക്ക് വരും, എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയും അനക്ക് വിസ അടിച്ച് കിട്ടിയിട്ടില്ല, അങ്ങനെയും പറയുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ പറയാനുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണ്. കാരണം പടച്ചവനെ മാത്രം പേടിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ചങ്കൂറ്റം പണയം വെക്കൂല. സോ മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ.